ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ സെൻറ് തോമസ് ധ്യാനകേന്ദ്രത്തിൻ്റെ തിരുവചനാഗ്നി എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ദൈവത്തിൻ്റെ വചനം അത് ശക്തിയോടെ ഇന്ന് മുഴങ്ങുകയാണ്. ദൈവത്തിൻ്റെ വചനം എവിടെ മുഴങ്ങുന്നുണ്ടോ അവിടെയൊക്കെ അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ വചനം ആരൊക്കെ പ്രമാണിക്കുന്നില്ല, ആരൊക്കെ പ്രമാണിക്കാതെ മുന്നോട്ട് പോകുന്നുവോ അവൻ്റെ ജീവിതത്തിലൊക്കെയും അല്ലെങ്കിൽ ആ സമൂഹത്തിലൊക്കെയും അസ്വസ്ഥതകൾ പെരുകുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ, തിരുവചനങ്ങളും സുവിശേഷ പ്രവർത്തനങ്ങളും സുവിശേഷത്തിൻ്റേതായ എല്ലാം നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ആത്മീയമായി ഈ കാലങ്ങളിൽ സഭ ഒത്തിരി വളരുന്നു, സമൂഹമായും എല്ലാം ഉന്നതിയിലേക്ക് പോകുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാതെ, ജീവിതം യേശുവിന് കൈമാറാതെ, ഒന്നും തികച്ചും അതേ അഹങ്കാരത്തോടെ ജീവിക്കുന്ന വ്യക്തി സമൂഹങ്ങളെ, വ്യക്തി ജീവിതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ അല്പസമയം ഒന്ന് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിലാണ്. അവിടെ നമുക്ക് ദൈവത്തെ ഭയമില്ലാത്ത, ശങ്കയില്ലാത്ത, തൻ്റെ സ്വയത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ മൂഢനായ ഒരു മനുഷ്യൻ അല്ല, ലോകപ്രകാരം അവനെല്ലാം ഉണ്ട്, ലോകപ്രകാരം അവന് എല്ലാ സാഹചര്യങ്ങളും എല്ലാം സമ്പത്തും എല്ലാം ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, 12-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിക്കും, നീ കൂട്ടിവെച്ചത് ആർക്കാകുമെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിന് ഏറെ ആവശ്യകരമായ, ഏറെ ചിന്തനീയമായൊരു വിഷയമാണ് നമ്മുടെ കർത്താവ് അവിടെ പറയുന്നത്. ഒരു ഉപമ, തിങ്ങിക്കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ശ്രോതാക്കളോട് ദൈവത്തിൻ്റെ വളരെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ ഈ ഉപമയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ മനുഷ്യൻ തൻ്റെ ഭൂമി നന്നായി വിളഞ്ഞപ്പോൾ, തൻ്റെ ഭൂമി ഏറെ ഫലം തന്നപ്പോൾ അവനിങ്ങനെ ചിന്തിക്കുകയാണ്. ഇന്ന് നാമൊക്കെ ചിന്തിക്കുന്നത് പോലെ, നാമൊക്കെ ജീവിതത്തിൽ അഹങ്കരിക്കുന്ന പോലെ, നാമൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചിന്തിച്ചുറയ്ക്കുന്ന പോലെ അവന് ചിന്തിക്കുകയാണ്, അയ്യോ, എൻ്റെ വയൽ നന്നായി വിളഞ്ഞു, അതോ വളരെയധികം ഫലം തന്നിരിക്കുകയാണ്, എനിക്കിനി ഇതെന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് ഞാൻ കളപ്പുരകളെ കൂട്ടിവെക്കും, കളപ്പുരകളെ പണിയും, എന്നിട്ട് അതിൽ കൂട്ടിവെക്കും, എന്നിട്ടോ അനവധി നാളുകൾ ഞാനിങ്ങനെ ആനന്ദിക്കുമെന്ന് അവൻ പറയുകയാണ്. ഒരു കാര്യം കൂടെ അവൻ പറഞ്ഞു, ഇതെല്ലാം കൂട്ടിവെച്ചിട്ട് ഞാൻ അവനോട് തന്നെ അവൻ പറയുകയാണ്, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. 4 കാര്യങ്ങൾ. ദൈവം കൊടുത്ത ഈ സമ്പത്ത്, ദൈവം കൊടുത്ത ഈ വിളവ്, അത് ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവസന്നിധിയിൽ വിനീതനാകാതെ, തൻ്റെ അവസ്ഥയോർത്ത്, തൻ്റെ അഭാഗ്യത്തെ ഓർത്ത്, തൻ്റെ കൈയുടെ കരുത്തിനെ ഓർത്ത്, തൻ്റെ വിളവിൻ്റെ മികവിനെ ഓർത്ത് അവൻ തന്നെ അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അങ്ങനെ ഒരു ചിന്ത അവൻ്റെ ജീവിതത്തിൽ വരുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ചിന്തയിൽ നിന്ന് ഉരുവിടുന്ന 4 പദങ്ങൾ: ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പ്രിയപ്പെട്ടവരെ,
നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അവൻ എങ്ങനെയാണോ ചിന്തിക്കേണ്ടിയിരുന്നത്, അവൻ എങ്ങനെയാണോ ആലോചന ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 12-ാം അധ്യായത്തിന് 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മൂഢാ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് ആർക്കാകുമെന്ന്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊന്ന് ചിന്തിച്ചു കൊള്ളണം. ദൈവവിഷയമായ 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവവിഷയമാകാതെ സമ്പന്നനാകുന്നവൻ്റെ, തനിക്ക് തന്നെ കൂട്ടിവെക്കുന്നവൻ്റെ അതേ അവസ്ഥ ഇങ്ങനെയാകുന്നു എന്ന് പറയുകയാണ്. നാമും ഓരോരുത്തരും ചിന്തിക്കണം. ഈ ധനികനായ മനുഷ്യൻ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം 4 കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അതവൻ്റെ ജീവിതത്തിലെ അധപ്പതനത്തിലേക്ക്, നാശത്തിലേക്ക് കൂപ്പൂത്തി എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഈ 4 കാര്യത്തിന് പകരം 4 ദൈവികമായ ചിന്തകളായിരുന്നു അവൻ്റെ ജീവിതത്തിൽ കടന്നു വരേണ്ടത്. ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ, ഇത്രയും കൃപ അവൻ്റെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ, സമ്പത്ത് അവൻ്റെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ, ഈ 4 ചിന്തകൾക്ക് പകരമായി 4 ദൈവികമായ ചിന്തകൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് 4 ചിന്തകൾ? നമുക്കൊന്ന് നോക്കാം. അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചപ്പോൾ അവൻ ഒന്നാമതായിട്ട് ചിന്തിക്കുന്നത് എന്തെന്നറിയാവോ? ആവർത്തനങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: നിന്നെ പോറ്റി വളർത്തുന്ന, നിന്നെ ശിക്ഷിച്ച് വളർത്തുന്ന, നിന്നെ ഓമനിച്ച് വളർത്തുന്ന ഒരപ്പനുണ്ട് എന്ന് അവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് ആശ്വസിക്കുവാനും ആനന്ദിക്കുവാനും ഒക്കെ അവൻ തീരുമാനമെടുത്തപ്പോൾ അവനൊരു കാര്യം മറന്നുപോയി. ഒന്നാമതായിട്ട് അവനെ പോറ്റി വളർത്തുന്ന, അവനെ പോറ്റി വളർത്തിയ, അവൻ്റെ മക്കളെ പോലെ ശിക്ഷിച്ച് വളർത്തിയ, തൻ്റെ മോനെ പോലെ സ്നേഹിച്ച് പരിപാലിച്ച ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം അവൻ്റെ ജീവിതത്തിൽ അവൻ മറന്നുപോയി. അത് അവൻ്റെ ജീവിതത്തിൽ ആ പതനത്തിലേക്കുള്ള ഒന്നാമത്തെ വഴി അതായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുമ്പോൾ, ജീവിതത്തിൽ സമ്പത്ത് ലഭിക്കുമ്പോൾ, ജീവിതത്തിൽ പ്രിയമുള്ളവരെ മറ്റുള്ളവരെക്കാൾ ഉന്നതിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ ചിന്തിക്കേണ്ടത്, ഇതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നു. എന്നെ പോറ്റി വളർത്തുന്ന ഒരു അപ്പനുണ്ടായിരുന്നു കാരണം, എൻ്റെ മോനെ പോലെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ടായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചു എന്ന് നീ വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചു കൊള്ളണം. ഒരിക്കലും ദൈവത്തെ മറക്കുവാനായിട്ട് പോകരുത്. സംഗീതത്തിൻ്റെ പുസ്തകം 50:22 പ്രകാരം പറയുകയാണ്: ദൈവത്തെ മറക്കുന്നവരെ നിങ്ങൾ ഇതോർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാനായി ആരും ഉണ്ടാകുകയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനത്തിൻ്റെ കീഴിലിരിക്കുന്ന, ഈ വചനത്തിന് കീഴിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെയോ, ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുമ്പോൾ ആ മനുഷ്യനെ പോലെ, ആ ദൈവത്തെ അറിയാത്ത ആ ധനവാനെ പോലെ നാം ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ഓർത്ത് അഹങ്കരിക്കരുത്. ഒന്നാമതായിട്ട് ചെയ്യണമെന്നറിയാവോ? ഇതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നു. എന്നെ പോറ്റി വളർത്തുന്ന, എന്നെ സ്നേഹിച്ച് വളർത്തുന്ന, എന്നെ പരിപാലിച്ച് മുന്നോട്ട് നടത്തുന്ന ഒരപ്പൻ എനിക്കുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെയോ. രണ്ടാമതായി, ആ ധനികനായ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട രണ്ടാമത്തെ ചിന്ത എന്തെന്നറിയാവോ പ്രിയപ്പെട്ടവരെ? അവൻ ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, ആവർത്തനങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്കിൽ ഇങ്ങനെ ഒരു വാക്യം ഓർമ്മപ്പെടുത്തുകയാണ്: ഈ ദേശത്ത് നീ പാർക്കുമ്പോൾ നീ ദൈവം നിനക്ക് തന്നതിനെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന്. പ്രിയപ്പെട്ടവരെ, ചെയ്യാറുണ്ടോ? ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത്, ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ടോ? നാം സ്തോത്രം കർത്താവേ എന്നൊക്കെ പാടുന്നവരാണ്. ആരാധനയിൽ സ്തോത്രം സ്തുതിയും പറയുന്നവരാണ്. നാം ഒത്തിരി യോഗങ്ങളിൽ വരുമ്പോൾ കൈയടിച്ച് പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നവരൊക്കെയാണ്. എന്നാൽ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. എൻ്റെ ദൈവം
എൻ്റെ ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾക്കായി, എൻ്റെ ജീവിതത്തിൽ തന്ന നന്മകൾക്കായി, എൻ്റെ ജീവിതത്തിൽ തന്ന കോടാനുകോടി അനുഗ്രഹങ്ങൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവമൈതലിന്റെ ജീവിതത്തിൽ നിന്ന് മുഴങ്ങേണ്ട, അതേ പ്രിയപ്പെട്ടവരെ, അവൻ്റെ വായി തുറന്നാൽ അവൻ്റെ കൈകളുടെ പ്രവൃത്തി അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ എന്ത് ചെയ്താലും ഒക്കെ ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്തോത്രം എന്ന യാഗമുണ്ടോ? ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? ആ ധനവാനായ മനുഷ്യൻ അവൻ്റെ വിളവ് നന്നായി വിളഞ്ഞപ്പോൾ, കളപ്പുരകൾ പൊളിച്ചു കളയാൻ പോകുന്നതിന് മുമ്പായി, അവൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായി, ദൈവത്തെ മാറ്റി നിർത്തി അവൻ ചില ചിന്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി, എൻ്റെ ദൈവമേ നീ എനിക്ക് തന്ന നന്മകൾക്കായി, എൻ്റെ ദൈവമേ നീ എന്ന് തന്ന കൃപകൾക്കായി, നീ എൻ്റെ ജീവിതത്തിലേക്ക് ചെയ്തു തന്ന ഒത്തിരി ഒത്തിരി നന്മകൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ആലോചന പ്രകാരം ഞാനത് നടത്തുമെന്ന്, ഞാൻ മുന്നോട്ട് പോകുമെന്ന് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും പറയുവാനായിട്ട് കഴിയണം. പിശാച് സ്വത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ, സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഹൃദയം പ്രിയമുള്ളവരെ നിഗളിപ്പിക്കാനായിട്ട് അവൻ ഒത്തിരി ശ്രമിക്കും. കാരണം നിഗളം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രിയപ്പെട്ടവരെ അത് സഹിക്കാൻ വയ്യാത്ത ഒരു പാപമാണ് എന്ന് ഓർത്തുകൊള്ളണം. അഹങ്കാരം എന്ന് പറയുന്നത് ദൈവത്തിന് വഹിക്കാൻ വയ്യാത്ത ഒരു പാപമാണെന്ന് ഓർത്തുകൊള്ളണം. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, അതേ നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ഒരു ദൈവമെന്ന്, അഹങ്കാരികളെ താളടിയാക്കുന്ന ഒരു ദൈവമെന്ന് ഇന്ന് വളരെ വ്യക്തമായി. ഞാനൊന്ന് പറയട്ടെയോ, ജീവിതത്തിൽ നിഗളം പാടില്ല, ജീവിതത്തിൽ അഹങ്കാരം പാടില്ല, ജീവിതത്തിൽ തൻപ്രമാണിത്തം പാടില്ല. പിന്നെയോ ജീവിതത്തിൽ ദൈവം തന്നതെല്ലാം അവൻ്റെ ദാനമാണെന്ന്, അവൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കി സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ജീവിക്കാനായിട്ട് കഴിയണം. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതേ ധനവാന്റെ ജീവിതത്തിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആശ്വസിക്കുക എന്ന് തീരുമാനമെടുത്തപ്പോൾ അതവൻ്റെ ജീവിതത്തിലേക്ക്, നാശത്തിലേക്ക് പടികളായിരുന്നെങ്കിൽ അവൻ ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, അവൻ മുന്നോട്ട് പോയിരിക്കേണ്ട ഈ നാശത്തിൽ പെടാതിരിക്കാൻ അവൻ മുന്നോട്ട് പോകാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അവനെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന് അവൻ ചിന്തിക്കണമെന്ന്. രണ്ടാമത്തെ കാര്യം അവൻ്റെ ജീവിതത്തിൽ അവന് കിട്ടിയ നന്മകളെ ഓർത്ത് ആ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന്. മൂന്നാമത്തെ കാര്യം നമുക്കറിയാം, സങ്കീർത്തന പുസ്തകം 39 അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവമേ എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ ഒന്ന് അറിയിക്കണമേ, എൻ്റെ അവസാനം എത്രയെന്ന് എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത അവൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ പോയി. അവൻ ചിന്തിച്ചു, ഈ എൻ്റെ കൈയുടെ ബലത്താൽ ഞാനിത് നേടി, എനിക്കിനി സ്വത്തുണ്ട്, എനിക്ക് ആരെയും കൂസണ്ട, എനിക്കിനി മുന്നോട്ട് പോകാം, എൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം, എനിക്ക് പണമുണ്ട്, എല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആരെയും മാനിക്കേണ്ട, ഗൗനിക്കേണ്ട, ദൈവത്തോട് ആലോചന ചോദിക്കേണ്ട, ദൈവത്തെ പോലും വിചാരിക്കേണ്ട എന്ന്. അവന് ഞാനൊരു ക്ഷണികനാണ്, ഞാനൊരു പുഴുവാണ് എന്നാ ആ ധനിയൻ മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അങ്ങനെ സ്വയത്തെക്കുറിച്ച് അഹങ്കരിക്കുന്നവരാണോ? എന്നാൽ 39-ാം സങ്കീർത്തനം, 103-ാം സങ്കീർത്തനം, 79-ാം സങ്കീർത്തനം, അതെ, ഇവിടെ എല്ലാം വളരെ വ്യക്തമായി വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യ, നിന്റെ ആയുസ് എപ്പോൾ വേണേലും തീർന്നു പോകാവുന്നതാണ്, അത് വയലിലെ പൂ പോലെ പോക്കുന്നതാണ്, അത് വെള്ളത്തിലെ കുമിളയാണ്, അതൊരു ശ്വാസത്തിന് തുല്യമാണ് എന്ന് വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
അതെ, നീ വളരെ വ്യക്തിയോട് ചിന്തിച്ചോളണം. നീ എത്ര ആരോഗ്യമുള്ളവനാണേലും, എത്ര സമ്പത്തുള്ളവനാണേലും, എത്ര ഉന്നതനാണേലും, ഏത് നിമിഷവും തീർന്നു പോകാവുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ഒരു ശ്വാസത്തിന് തുല്യമായ ജീവിതമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, ഒരു ദിവസം, ഒരു സെക്കൻഡ്, അതേ ജീവിതം നമുക്ക് നീട്ടി തന്നുവെങ്കിൽ, ജീവിതം നമുക്ക് തന്നുവെങ്കിൽ, ആ ജീവിതത്തെ ഓർത്ത് അഹങ്കരിക്കാതെ, ദൈവമേ നീ എനിക്ക് തന്ന ആയുസ്സിനായി, നീ തന്ന ആരോഗ്യത്തിനായി എല്ലാം ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് അനുതാപത്തോടെ അവൻ്റെ സന്നിധിയിലിരുന്ന്, വിനയത്തോടെ അവൻ്റെ സന്നിധിയിലിരുന്ന് അവൻ്റെ കൃപകളെ പ്രാപിപ്പാൻ തക്കവണ്ണം, അവൻ്റെ ആലോചനക്കനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. അല്ലാതെ ആ സമ്പത്തുള്ള ആ ധനികനായ മനുഷ്യനെ പോലെ അതെ ഞാൻ ഇനി എന്തു ചെയ്യേണ്ടു എന്ന് ചിന്തിച്ച് പരവശനായി, പ്രിയമുള്ളവരെ, പുതിയ ആലോചനകളും പുതിയ ചിന്തകളും നമ്മൾ അതെ അഹങ്കരിച്ച് മുന്നോട്ട് പോകുകയല്ല വേണ്ടത്. പിന്നെയോ ദൈവസന്നിധിയിൽ ഞാനൊരു ക്ഷണികനാണെന്ന് ചിന്തിച്ച് താണിരിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ സമപ്രായക്കാർ എത്രയോ പേർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എത്രയോ പേർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, എന്തെല്ലാം ആലോചനകളിലൂടെ, എന്തെല്ലാം ചിന്തകളിലൂടെ പ്രിയമുള്ളവരെ നാം വീട്ടിൽ ഇറങ്ങുന്നു. വീട്ടിലുള്ളവർക്ക് ടാറ്റ കൊടുത്ത് പ്രിയമുള്ളവരെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നതാണ്, അല്ല ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുന്നതാണ്, അല്ല ഓരോ കാര്യങ്ങൾക്കും പോകുന്നതാണ്. എന്നാൽ തിരിച്ചു വരുന്നത് എപ്രകാരമാണ് എന്ന് ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ കണ്ണോടിക്കുമ്പോൾ അറിയാം. കുഴഞ്ഞു വീണ് അല്ല പ്രിയപ്പെട്ടവരെ, എങ്ങനെയോ എക്കെയോ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടവർ, ആരോഗ്യ ദൃഢഗാത്രന്മാർ, മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് ഇന്ന് പ്രിയമുള്ളവരെ അത് കീടങ്ങളെ പോലെ, പുഴുക്കളെ പോലെ പ്രിയമുള്ളവരെ ആയിത്തീരുന്ന അവസ്ഥ എനിക്ക് നിങ്ങൾക്ക് പറയാം. അതുകൊണ്ട് എത്ര ആരോഗ്യമുള്ളവനെന്നും ചിന്തിക്കുന്നുവെങ്കിലും, എത്ര സമ്പത്തുള്ളവനെന്ന് ചിന്തിക്കുന്നുവെങ്കിലും, നീ വളരെ വ്യക്തതയോടെ ചിന്തിച്ചുകൊള്ളണം. നിന്റെ ഒരു മൈന്യൂട്ട് പോയിന്റിൽ ഒരു രോഗാണു പ്രവേശിച്ചാൽ പിന്നെ ഞാനും നീയും ഇല്ല, രോഗിയാണ്, മരണത്തിന് കീഴടങ്ങാൻ വിധിക്കപ്പെട്ടവനാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു സെക്കൻഡ് ഈ ഭൂമുഖത്തായിരിക്കുന്നുവെങ്കിൽ അതവൻ്റെ കൃപയാണ്. നമുക്ക് വേണ്ടി ചങ്ക് കീറി തന്നവൻ്റെ, നമുക്ക് വേണ്ടി ആദ്യ തുള്ളി രക്തമല്ല അവസാന തുള്ളി രക്തവും ഊറ്റി തന്നവൻ്റെ കൃപയാണ് എന്ന് ചിന്തിച്ച് അവൻ്റെ സന്നിധി താണിരിക്കാൻ ഇടയായി തീരട്ടെ. നമ്മുടെ മുമ്പിലത്തെ സമയമില്ല പ്രിയപ്പെട്ടവരെ, ഞാൻ മുന്നോട്ട് പോകട്ടെ. 3 ചിന്തകൾ ഞാൻ പറഞ്ഞു. അവൻ ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന 4 തെറ്റായ തീരുമാനം എടുത്തുവെങ്കിൽ അവൻ ചെയ്യേണ്ട അതെ യുക്തമായ തീരുമാനം എന്താണെന്ന് 3 കാര്യങ്ങൾ നാം കേട്ടു. ഒന്ന്, എന്നെ കരുതുന്ന ഒരു അപ്പനുണ്ടെന്ന് അവൻ ചിന്തിക്കണമായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവന് എനിക്ക് തന്ന കൃപകളെ ഓർത്ത് അവൻ സ്തോത്രം ചെയ്യണമായിരുന്നു. 3, ഞാനൊരു ക്ഷണികനെന്ന് അവൻ ചിന്തിക്കണമായിരുന്നു. 4ാമത്തെ ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം നോക്കുമ്പോൾ അവിടെ അങ്ങനെ പറയുകയാണ്, നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ ദൈവം തന്ന ദാനങ്ങളെ പ്രതി, ദൈവം തന്ന കൃപകളെ പ്രതി, ദൈവം തന്ന സമ്പത്തുകളുണ്ട് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് ആരെങ്കിലും കുറവുള്ളവനായി, ആരെങ്കിലും ബലഹീനനായി, ആരെങ്കിലും പാവപ്പെട്ടവനായി കണ്ടാൽ അവന് നീ കരുതണമെന്ന്. അങ്ങനെ നീ ചെയ്തില്ല എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിന്നിൽ ഇല്ല എന്ന് അവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെയോ, വളരെ വ്യക്തിയോട് ചിന്തിച്ചോളണം. ദൈവം ദാനങ്ങളെ തരുമ്പോൾ, ദൈവം കൃപകളെ തരുമ്പോൾ, ദൈവം സമ്പത്ത് തരുമ്പോൾ, ദൈവം ജീവിതത്തിൽ നന്മകൾ തരുമ്പോൾ, ദൈവം ജീവിതത്തിൽ ജോലി തരുമ്പോൾ, പ്രിയമുള്ളവരെ, ഒത്തിരി പേർക്ക് ജോലിയില്ലാതെ കിടന്ന് അലയുമ്പോൾ, അതേ ഒരു നേരത്തിൽ ഭക്ഷണം സാധ്യതയില്ലാതെ നമ്മുടെ മുന്നിലൂടെ കൈനീട്ടി കടന്നു വരുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ഉള്ളവനായി ഈ ജീവിക്കുമ്പോൾ നമ്മുടെ സമീപത്തുള്ളവർ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, പ്രിയപ്പെട്ടവരെ, ഇതിന് അന്നത്തിന് വേണ്ടി അല്ല ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ വകയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ
നമ്മളൊരു വ്യക്തിയോട് ചിന്തിച്ചോളണം, അതെൻ്റെ നിൻ്റെ ഈ കടപ്പാടാണ്. അവനൊന്ന് പോറ്റാൻ, അവനൊന്ന് സഹോദരായെന്ന് വിളിക്കാൻ, അവൻ്റെ വലങ്കരത്തിനൊന്ന് പിടിക്കാൻ ഇതെനിക്ക് ദൈവം തന്നതാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ നീ തീരുമാനമെടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവസമ്പത്ത് തന്നത് നിനക്ക് മാത്രം അനുഭവിക്കാനായിട്ടല്ല, ദൈവകൃപകളെ തന്നത് അത് നിനക്ക് വേണ്ടി, അതെനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വേണ്ടപ്പെട്ടവർക്കും അത് പ്രിയമുള്ളവരെ ഒതുങ്ങിക്കൂടാനല്ല. പിന്നെയോ വളരെ വ്യക്തിയോട് ചിന്തിക്കണം, നിന്റെ സമ്പത്ത് നീ മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യുവാൻ, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാൻ വളരെ വ്യക്തതയോടെ നിന്റെ ജീവിതത്തിൽ തീരുമാനമുണ്ടാകണം. ആ ധീരനായ മനുഷ്യൻ അങ്ങനെ തീരുമാനമെടുത്തില്ല. സമ്പത്ത് എനിക്കുള്ളത്, അത് ഞാൻ കൂട്ടിവെക്കും, അത് തിന്നു കുടിച്ച് ഞാൻ ആനന്ദിച്ച് ഞാനൊരു പ്രഭുവിനെ പോലെ, ഞാൻ രാജകുമാരനെ പോലെ ഞാൻ ഉന്നതിയായി ജീവിക്കുമെന്ന് അവൻ തീരുമാനമെടുത്തു. ഇന്ന് നമ്മുടെ അവസ്ഥ എന്തെന്ന് വളരെ വ്യക്തമായി നാം ചിന്തിച്ചോ. ദൈവം തന്ന കൃപകൾക്ക് ഉപരിയായി, ദൈവം തന്ന കൃപകൾക്കനുസൃതമായി ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് താണിരുന്ന്, ഒന്ന് വിനയപ്പെട്ട്, ഒന്ന് പ്രിയമുള്ളവരെ ദൈവമായി നമ്മുടെ ആലോചനകൾ പങ്കിട്ട് അവൻ തരുന്നതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമുക്ക് മുഖാന്തരമായി തീരണം. നിനക്ക് മാത്രമായി വല്ല നിന്റെ അത് വിദ്യാഭ്യാസം കൊണ്ടോ, നിന്റെ സമ്പത്ത് കൊണ്ടോ, നിന്റെ ആരോഗ്യം കൊണ്ടോ, നിന്റെ ജീവിതത്തിൽ ബലം കൊണ്ടോ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മേന്മ കൊണ്ടോ ഒന്നും നിനക്ക് കിട്ടിയതല്ല ഇതൊന്നും. പിന്നെയോ ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് എൻ്റെ ദൈവമേ ഞാൻ എനിക്ക് തന്നത് ഞാൻ മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുത്തും, ഞാൻ മറ്റുള്ളവർക്ക് കൂടെ അത് ഷെയർ ചെയ്യും, ഞാൻ മറ്റുള്ളവർക്ക് കൂടെ അത് കൊടുക്കുമെന്നൊരു ചിന്തയോടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരന്മാരായിരിക്കാം, നമ്മുടെ ചുറ്റുപാടുമുള്ളവരായിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലൂടെ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി அதை കൊതിക്കുന്നവരായിരിക്കാം, അവരൊക്കെ കൈപിടിച്ച് നടത്തുവാൻ, ദൈവസ്നേഹം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇടയായി തീരണം. യോഹന്നാന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്, അതേ വാക്കിനാലും അതേ നടപ്പിനാലും, വാക്കിനാൽ മാത്രമല്ല നടപ്പിനാൽ, നിന്റെ പ്രവൃത്തിയാൽ, അതേ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെയും കൂടെ ഈ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തണമെന്ന്. മദർ തെരേസയുടെ ജീവിതം നാം പഠിച്ചാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എത്രയോ ഉന്നതന്മാർ, എത്രയോ പ്രിയമുള്ളവരെ ജീവിതത്തിൽ മേന്മ പ്രാപിച്ചവർ, ദൈവികമായ അനുഗ്രഹം പ്രാപിച്ചവർ, ദൈവത്തിന്റെ കൃപ ജീവിതത്തിൽ ഉൾക്കൊണ്ടവർ, അവർ പ്രിയപ്പെട്ടവരെ അതേ സുവിശേഷം കൊണ്ടല്ല, ചിലപ്പോ അതേ പ്രിയപ്പെട്ടവരെ അവരുടെ വചനം കൊണ്ടല്ല, അവരുടെ സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകയായി നിന്നതുപോലെ, കാണിച്ചു കൊടുത്തതുപോലെ, മറ്റുള്ളവരെ നേടിയതുപോലെ എനിക്ക് നിങ്ങൾക്കുമായണം. നമ്മുടെ കർത്താവിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ വിശക്കുന്നിടത്ത് അപ്പമായി കടന്നു ചെന്ന ദൈവമാണ്, ദാഹിക്കുന്നിടത്ത് ജലമായി കടന്നു ചെന്ന ദൈവമാണ്, ആശ്വാസം വേണ്ടവർക്ക് ആശ്വാസമായി കടന്നു ചെന്ന ദൈവമാണ്. പോരെ പ്രിയപ്പെട്ടവരെ, അതെ ചേർത്ത് പിടിക്കേണ്ടവർക്ക് ചേർത്ത് പിടിക്കുന്ന ദൈവമായി കടന്നു വന്നവരാണ് ആ കർത്താവ്. എന്താ നമുക്ക് തരാത്തത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപദോഷ ബന്ധനങ്ങൾക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന കർത്താവ് ഇതാ നമ്മുടെ മധ്യത്തിലുണ്ട്. അവന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ ചേർത്ത് നിർത്താൻ അവൻ മതിയായവനാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ജീവിതം ഒന്നു മാത്രം. ഈ ജീവിതം കർത്താവിനുള്ളതാണ്, ഈ ജീവിതം എൻ്റെ അപ്പനുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും എന്തൊക്കെ അനുഗ്രഹങ്ങളും എന്തൊക്കെ ജീവിതത്തിൽ നേടിയാലും ദൈവത്തെ മറക്കരുത് കേട്ടോ. ആ ധനവാനെ പോലെ ആയിരിക്കരുത് കേട്ടോ. അവനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യം മറന്നു പോകരുത്. മുടാ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിക്കും, നീ കൂട്ടിവെച്ചത് ആർക്കാകുമെന്ന്.
ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള 4 കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തെ അവൻ പ്രാവർത്തികമാക്കാൻ തീരുമാനിച്ചപ്പോൾ, ഒരുങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അധപ്പതനത്തിൽ, നാശത്തിൽ ആരംഭിച്ചു. എന്നാൽ അവൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ, ആ 4 കാര്യങ്ങൾക്ക് പകരം ഇങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ, എന്നെ കരുതുന്ന ഒരു അപ്പനുണ്ട്, എനിക്കെല്ലാം നൽകിയ ഒരു അപ്പനുണ്ട്. അതെ, അങ്ങനെ അവനൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, അല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത നന്മകൾക്ക് അനുസൃതമായി ഞാൻ അവനെ സ്തോത്രം ചെയ്യുമെന്ന് അവൻ ചിന്തിച്ചിരുന്നെങ്കിൽ പോരാ, അല്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നിസ്സാരനാണ്, അതെ, എൻ്റെ ജീവിതം എപ്പോൾ വേണേലും തീർന്നു പോകാവുന്ന ജീവിതമാണ് എന്ന്, ഞാനൊരു ക്ഷണികനാണ് എന്ന് അവൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ, അല്ല, പോരാ, അവൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം ലഭിച്ചപ്പോൾ ഇത് ഞാൻ മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുത്തുമെന്ന് ഒരു തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ്റെ ജീവിതം അനുഗ്രഹത്തിലേക്ക്, നിറഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് കടന്നു വരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കത് സാധിക്കട്ടെയോ? ദൈവത്തിൻ്റെ കരങ്ങളിലേക്കും കേൾപ്പിച്ചു കൊടുക്കാം. ഒരു വാക്കിൽ ചേർന്ന് നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വർഗത്തിൻ്റെ നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്നെ മറന്ന് മുന്നോട്ട് പോയാൽ ദൈവത്തിൻ്റെ വചനം ചാട്ടുടി പോലെ ശക്തിയായി ഞങ്ങളോട് ഇടപെട്ടത് നീ കേട്ടല്ലോ. ആ തിരുവചനങ്ങൾ കർത്താവേ ഇന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. മൂഢാ, ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതാകാമെന്ന് കർത്താവേ ഞങ്ങൾ ചിന്തിക്കുകയാണ്. സങ്കീർത്തക്കാരൻ പറഞ്ഞ് ഞങ്ങൾ ഓർക്കുകയാണ്, ദൈവത്തെ മറക്കുന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ, ഞാൻ നിങ്ങളെ കീറിക്കളയുമെന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഇതിൻ്റെ സന്നിധിയിൽ അകന്നുപോയവരാണ്, നിഗളികളാണ്, അഹങ്കാരികളാണ്, താൻ പ്രമാണത്തിലുള്ളവരാണ്, ആരെയും മാനിക്കാത്തവരാണ്, സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ജീവിതത്തെ പ്ലാൻ ചെയ്യുന്നവരാണ്. എന്നാൽ ഇന്ന് കർത്താവേ, ഈ വചനം ഞങ്ങളോടാണ് സംസാരിച്ചത്. ഈ മൂഢനായ മനുഷ്യൻ്റെ ജീവിതം കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ ഒരു ചൂണ്ടുവല പോലെ നിൽക്കുകയാണ്. അവനെടുക്കേണ്ട യുക്തമായ തീരുമാനം എന്തെന്ന് കർത്താവ് ഞങ്ങൾ കേട്ടല്ലോ. കരുതുന്ന ഒരപ്പനുണ്ടെന്ന്, എന്നെ ചേർത്ത് നിർത്തുന്ന ഒരപ്പനുണ്ടെന്ന് അവൻ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു കർത്താവേ. ഞങ്ങളിന്ന് തീരുമാനമെടുക്കുകയാണ്. എൻ്റെ ദൈവമേ, നിനക്ക് നീ തന്നതനുസരിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ, ഞാനൊരു ക്ഷണികനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ, എൻ്റെ ജീവിതത്തിൽ തരുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവരായി തീരുവാൻ ദൈവം ഇന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപളാൽ നിറയ്ക്കണമേ, നിൻ്റെ രക്തത്താൽ കഴുകണമേ. നീ മാത്രമാണ് ദൈവം, നീ മാത്രമാണ് രക്ഷകൻ, നീ മാത്രമാണ് വീണ്ടെടുപ്പുകാരൻ. കർത്താവേ, നിൻ്റെ കാൽവരി ക്രൂശിലെ യാഗം ഞങ്ങൾ ഓർക്കുകയാണ്. അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഞങ്ങൾക്ക് രക്ഷ തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. എല്ലാം പ്രാർത്ഥന കേട്ട് വരുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കേൾവിക്കാരായ എല്ലാ പ്രയോജനർക്കും നന്ദി അറിയിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ മഴുവന്നൂർ ആശാരൂഢിയിൽ ബ്രദർ എൽദോയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി നമ്മോട് സംസാരിച്ചു. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ആ മകനെയും ആ മകൻ്റെ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും കുടുംബത്തെ എല്ലാം അളവില്ലാതെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെയുള്ള ധ്യാനം നമുക്കറിയാം. ധ്യാനത്തിലേക്ക് ധാരാളം മക്കൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആന്തരിക സൗഖ്യ ധ്യാനം ജൂലൈ 9-ാം തീയതി വൈകുന്നേരം ആരംഭിക്കുന്നു. ഹല്ലേലൂയ. അനേക മക്കൾ ആത്മശരീര മനസ്സുകൾക്ക് സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് താമസിച്ചുള്ള ധ്യാനത്തിൽ സംബന്ധിച്ച് കടന്നുപോയിട്ടുണ്ട്. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റിൽ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി ഉണ്ട്. അതുപോലെ ശനി ഞായർ ദിവസങ്ങളിൽ യൂട്യൂബിൽ മെസ്സേജുണ്ട്. 3 മുതൽ 4 വരെ ഓൺലൈനിൽ പ്രാർത്ഥനയുണ്ട്. എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മർക്കോസ് 8:36, ഒരുവൻ സർവ്വലോകവും നേടിയിട്ട് ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തോ പ്രയോജനം. ഹല്ലേലൂയ. ഇന്നത്തെ വചനക്കേൾവി ആത്മാക്കൾ സ്വർഗത്തിലെത്തുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചനാക്തി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൽദോ നിത ദമ്പതികളാണ്.
അവർക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന മക്കളെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ നല്ല ആവശ്യങ്ങളെയും അളവില്ലാതെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ധ്യാനകേന്ദ്രത്തിൻ്റെ ചുമതലയുള്ള അഭിനന്ദ മാത്യൂസ് മാർ അഫ്രേം തിരുമനസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടുത്തെ വന്ന ആചാര്യന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ പ്രവർത്തകരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.